ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഡിന്നറായിട്ട് ഉപയോഗിക്കാം, ഡിന്നറിനാണ് ഏറ്റവും നല്ലത്, ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം. ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ദാൽ, എല്ലാ വക ദാലോടും കൂടിയിട്ടുള്ള പാക്ക് കിട്ടും കേട്ടോ. മസൂർ ദാൽ, തൂർ ദാൽ, അതുപോലെ മൂങ് ദാൽ, ചന്ന ദാൽ, പിന്നെ എല്ലാ വക ദാലുകളും ഉണ്ട് കേട്ടോ. അതെടുത്തിട്ടുണ്ട് 1 കപ്പ്. പിന്നെ 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ദോശയ്ക്ക് ഒരു സ്റ്റിഫ്നെസ് കിട്ടണം, ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് റൈസും കൂടി ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് മൊരിഞ്ഞ് വരാനും നല്ലൊരു ഫ്ലേവറിനും നല്ലതാണ്. പിന്നെ ഉലുവ നല്ലതാണല്ലോ. അപ്പോൾ തലേ ദിവസത്തൊക്കെ കഴുകി കുതിർത്ത് അരച്ച് വെച്ചിരുന്നു. ഇപ്പോൾ ദേ നമ്മൾ ദോശ ചൂടുകയാണ്. ദോശ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പിന്നെ എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. മുരിഞ്ഞൊക്കെ വരണമെങ്കിൽ ഒന്ന് ടേസ്റ്റിയൊക്കെ ആക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കാണെങ്കിൽ. എന്നിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഡിന്നറിനാണ് ഏറ്റവും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നല്ലത്. ലൈറ്റായിട്ടൊക്കെ 2 ദോശയൊക്കെ മതിയാവും. പിന്നെ ഇതിലേക്ക് സൈഡ് ഡിഷ് എന്ന് പറയുന്നത് കോക്കനട്ട് ചമ്മന്തി അല്ല, തേങ്ങയൊന്നും ചേർക്കാത്ത ചമ്മന്തി ഉണ്ടല്ലോ. അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. സവാള, തക്കാളി, ജിഞ്ചറും അതുപോലെ പച്ചമുളകും പുതിനയില മഞ്ഞയില ഒക്കെ ചേർത്തിട്ട് വഴറ്റിയിട്ട് അരച്ചെടുക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, അത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം, എന്നാലും ദാലുകൾ നമ്മൾ കൂടുതലും ഒരു പ്രോട്ടീനും അതുപോലെ ഫൈബറും ഒക്കെ ആഡ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തിന് നല്ലതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.